ഏത് പാർട്ടിയാണെങ്കിലും സമസ്തയും പണ്ഡിതന്മാരെയും കുറ്റപ്പെടുത്തുകയാണെങ്കിൽ അത് അവർക്ക് രാഷ്ട്രീയപരമായിട്ട് അവർക്ക് കോട്ടയുണ്ടാവും. രാഷ്ട്രീയപരമായിട്ട് മറ്റുള്ള വിഭാഗക്കാർ വരുന്ന പ്രശ്നമൊന്നുമില്ല. പക്ഷേ രാഷ്ട്രീയ വേദികൾ സമസ്തൻ്റെ പണ്ഡിതന്മാരെയും ഇകഴ്ത്താനൊക്കെ ഉപയോഗപ്പെടുത്തുന്ന ആൾക്കാരെ. ഞാനൊരു മുസ്ലിം ലീഗിൻ്റെ ഒരു അനുഭാവിയാണ്, പ്രവർത്തനത്തിൽ നിൽക്കുന്ന ആളാണ് മുസ്ലിം ലീഗിൻ്റെ. ഉറച്ചു നിൽക്കുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ് നിലപാട് ഫേസ്ബുക്കിൽ നിലപാടില്ല, ആ നിലപാട് ഉറച്ചിക്കുന്നുണ്ടല്ലോ അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നുള്ളത്. ഇവിടെയുള്ളത് SKSF കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി ഇർഷാദ് ഹുദവി ബെദ്രയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് 2 ദിവസങ്ങൾക്ക് മുമ്പ് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. KM ഷാജി കാസർഗോഡ് മത്സരിക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടാകുന്നു. അതിനു പിന്നാലെ സുന്നി പ്രസ്ഥാനത്തെയും നേതാക്കളെയും ഇകഴ്ത്തുന്ന നേതാക്കളെ കാസർഗോഡേക്ക് സ്ഥാനാർത്ഥിയായി കൊണ്ടുവരുന്നത് ഭൂഷണമല്ല എന്നുള്ള ഒരു പരോക്ഷ ഫേസ്ബുക്ക് പോസ്റ്റ് ഇദ്ദേഹം പങ്കുവയ്ക്കുകയുണ്ടായി. പിന്നീട് ആ പോസ്റ്റ് KM ഷാജിയിലേക്ക് കണക്ട് ചെയ്യപ്പെടുകയുമുണ്ടായി. അദ്ദേഹം ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്, നമുക്ക് നേരിട്ട് തന്നെ ചോദിക്കാം. അത് പ്രത്യക്ഷമായി KM ഷാജിക്കുള്ളൊരു പോസ്റ്റായിരുന്നു. അല്ല, KM ഷാജി എന്നല്ല, അത് മൊത്തത്തിൽ ഞാൻ സംഘടനാപരമായിട്ട് വിട്ട പോസ്റ്റല്ല. ഞാനൊരു മുസ്ലിം ലീഗിൻ്റെ ഒരു അനുഭാവിയാണ്, പ്രവർത്തനത്തിൽ നിൽക്കുന്ന ആളാണ് മുസ്ലിം ലീഗിൻ്റെ. അപ്പോൾ സമസ്തൻ്റെ ഒരു നേതാവ് നിലക്ക്, SKSFൻ്റെ ഒരു സെക്രട്ടറി നിലക്ക് ഞാൻ എൻ്റെ അതുപോലെ മുസ്ലിം ലീഗ് പാർട്ടിക്കാരൻ നിലക്കുള്ള എൻ്റെ വ്യക്തിപരമായിട്ടൊരു അഭിപ്രായമാണ് ഞാൻ അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ഷാജി എന്നുള്ള അങ്ങനെ പ്രത്യേകിച്ചൊരു പേരൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെയുള്ള ആൾക്കാർ കൊണ്ടുവരണ്ട എന്നുള്ളതാണ് ഉദ്ദേശിച്ചുള്ളൂ. സ്വാഭാവികമായും താങ്കളുടെ വ്യക്തിപരമായ അഭിപ്രായമാണെങ്കിൽ പോലും അത്തരത്തിൽ വ്യക്തിപരമായ അഭിപ്രായമുള്ള ഒരുപാട് ആളുകളുണ്ടായല്ലോ. സ്വാഭാവികമായും തങ്ങളുടെ വിശ്വാസവും ആ വിശ്വാസത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളെയും വിമർശിക്കുകയും ഇകഴ്ത്തുകയും ചെയ്യുന്ന ഒരാൾ വരുന്നത് താങ്കളെപ്പോലെ ഒരുപാട് ആളുകൾക്കും വിയോജിപ്പുണ്ടാകാൻ സാധ്യതയില്ല. അത് എല്ലാവർക്കും ഉണ്ട്. ഞാൻ അറിഞ്ഞിടത്തോളം എത്രയോ പ്രവർത്തകന്മാർ ഇങ്ങനെ സുന്നി ആശയത്തെ പിന്തുടരുന്നവരൊക്കെ സമസ്തയുടെ പണ്ഡിതന്മാരൊക്കെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ രാഷ്ട്രീയപരമായിട്ട് മറ്റുള്ള വിഭാഗക്കാർ വരുന്ന പ്രശ്നമൊന്നുമില്ല. പക്ഷേ രാഷ്ട്രീയ വേദികൾ സമസ്തൻ്റെ പണ്ഡിതന്മാരെയും ഇകഴ്ത്താനൊക്കെ ഉപയോഗപ്പെടുത്തുന്ന ആൾക്കാരെ പ്രവർത്തകരുടെ ഒരു ആശങ്കയുണ്ട്. അതേപോലെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വന്ന കുറച്ച് കമൻറ്റുകൾ, അതേപോലെ ഇത് പങ്കുവെച്ച മാധ്യമങ്ങളുടെ പോസ്റ്റിന് താഴെ ഒരുപാട് കമൻറ്റുകൾ വന്നിരുന്നു. അതിൽ പല കമൻറ്റുകളും ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി, പാർട്ടിയുടെ കാര്യം നമ്മൾ നോക്കിക്കോളാം. ചില ആളുകൾ സമസ്തയെ തെറിവിളിക്കുന്ന അവസ്ഥയിലേക്ക് വരെ എത്തുകയുണ്ടായി. അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? പാർട്ടിയുടെ കാര്യം നോക്കേണ്ടത് പാർട്ടിയുടെ നേതൃത്വമാണ്. അപ്പോൾ സ്ഥാനാർത്ഥി നിർണ്ണയിക്കേണ്ടതെല്ലാം പാണക്കാട് തങ്ങളാണ്, അതുപോലെ പാർട്ടിയുടെ ബോഡിയാണ് നേതൃത്വം. പക്ഷേ ഒരു സാധാരണ പ്രവർത്തകർ നിലക്ക് ആ പ്രവർത്തകന് അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതാണ് ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ഈ വിഷയത്തിൽ സമസ്തനെ തെറി പറയുന്നത് നല്ലതായിട്ട് തോന്നുന്നുണ്ട്. അത്രക്കാരോട് എന്താണ് പറയാനുള്ളത്? അല്ല, ഓർക്ക് ഓരോ ബുദ്ധിയില്ലായ്മ എന്ന് പറയാം. അത്ര തന്നെ സമസ്തനെ പറഞ്ഞിട്ട് ഏത് പാർട്ടിയാണെങ്കിലും സമസ്തയും പണ്ഡിതന്മാരെയും കുറ്റപ്പെടുത്തുകയാണെങ്കിൽ അത് അവർക്ക് രാഷ്ട്രീയപരമായിട്ട് അവർക്ക് കോട്ടയുണ്ടാവും. അപ്പോൾ സൈബർ രംഗങ്ങളൊക്കെ പ്രവർത്തിക്കുന്നവരെ നിയന്ത്രിക്കൽ നല്ലതാണ്. കാരണം സൈബർ ഏത് സംഘടനയായാലും മതസംഘടനയായാലും അവരൊക്കെ അവരുടെ ആശയങ്ങളൊക്കെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നുള്ളത്. അപ്പം അങ്ങനെയുള്ളവരെ കുറ്റപ്പെടുത്തുക, അവർക്കെതിരെ സംസാരിക്കലും അതൊക്കെ നോക്കിക്കാണുന്നൊരു സമൂഹമുണ്ട് ഇവിടെ. നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ് നിലപാട് ഫേസ്ബുക്കിൽ നിലപാടില്ല, ആ നിലപാട് ഉറച്ചിക്കുന്നുണ്ടല്ലോ അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നുള്ളത്. അതിലൊരു മാറ്റമൊന്നുമില്ല. അപ്പോൾ കാര്യങ്ങൾ വളരെ സിമ്പിളാണ്. വിശ്വാസങ്ങളെയും പ്രത്യേകിച്ച് സുന്നി ആശയങ്ങളെയും അതിൻ്റെ നേതാക്കളെയും ഇകഴ്ത്തുന്ന ഒരു നേതാവിനെ കൊണ്ടുവരുന്നത് നല്ലതല്ല എന്നുള്ള കാര്യത്തിൽ ഇർഷാദ് ഹുദവി ഉറച്ചു നിൽക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അത്തരത്തിൽ സമാന അഭിപ്രായമുള്ള ഒരുപാട് ആളുകൾ ജില്ലക്കകത്ത് പ്രത്യേകിച്ച് മണ്ഡലത്തിനകത്ത് ഉണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം അടിവരയിട്ട് പറയുന്നത്.